ഇത്ര മനോഹരമായ ഫ്രണ്ടിലേക്ക് വെക്കുന്ന അവിടെ വളർക്കുന്നു നോക്കണം. അവിടെ നിന്നിട്ട് നോക്കണം. എന്ത് രസമാണ് രസി. ഇത് നാടനാണോ? തന്നെ നാടനല്ല, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മുടക്കുഴ പഞ്ചായത്ത് അവിടുത്തെ പശു വളർത്തലുകാർക്ക് കൊടുത്ത പശുക്കുട്ടിയാണ്. ഈ കുട്ടീനെ 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ വാങ്ങണത്. ഇവിടെ വാങ്ങിയ വില 7000 രൂപയാണ്. 7000 രൂപയ്ക്ക് 2021 മേടിച്ചിട്ട് ഇവള് 2024 നവംബർ 27 പ്രസവിച്ചു. മോളി കണ്ട ആ കറുത്ത മൂരിക്കുട്ടിക്ക് ഇവള് ജന്മം നൽകി. അപ്പോൾ നമ്മൾ വളർത്തിയത് ഒക്ടോബർ നവംബർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 14 മാസം വളർത്തിയപ്പോഴേക്കും ഇവള് പ്രഗ്നൻ്റായി ഇവള് കുട്ടിയെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു മാസം വീട്ടിൽ കൊണ്ട് കറന്നു. 3.5 ലിറ്റർ പാല് നമുക്ക് ഇവിടെ കറക്കാൻ കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതിനെ ഇതേ പറഞ്ഞു എൻ്റെ മൂരിക്കുട്ടി ഇതാ വരുന്നു. അവനിപ്പോൾ 7 മാസം 8 മാസം പ്രായം ഉണ്ടാവും വരുന്ന കുട്ടിക്ക്. കറക്റ്റ് 8 മാസം പ്രായം. 4 കാലിലും പാണ്ടൊക്കെ ആയിട്ടുള്ള കുട്ടി. അപ്പോൾ ഇവള് നമ്മൾ ഇവിടുന്ന് നവംബർ മാസത്തിൽ പ്രസവിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ജാനുവരി 3-ാം തീയതി ഇവിടെ റിട്ടേൺ ഒടുക്കി വിട്ടു. അമ്മേനെയും മോനെയും കൂടി ഈ പാലുള്ള സമയത്ത്. അങ്ങനെ കുടിച്ച് വളരുന്നു. പിന്നെ പശു ജാനുവരി 27-ാം തീയതി വീണ്ടും അവള് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒക്ടോബറിൽ വീണ്ടും പ്രസവിച്ചു വരും. ഇവിടെ തന്നെ ഉള്ള മൂരി ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സ്ഥിരം വന്നു പോകുന്ന ആളാണ്. ഇവർക്ക് ഇതാവുമ്പോൾ മതി വരുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അത് 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കും. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ജാനുവരിയിൽ ഇത് ലാസ്റ്റ് ക്രോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറിലേക്ക് ഇവള് പ്രസവിച്ചു വരും. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ പ്രസവിച്ച പശു ഈ വർഷം 1 മാസം മുമ്പേ പ്രസവിക്കും. കഴിഞ്ഞ നവംബറിൽ പ്രസവിച്ച പശു ഈ പ്രാവശ്യം ഒക്ടോബറിൽ പ്രസവിക്കും. അതാണ് നാടൻ പശുവിൻ്റെ പ്രത്യേകത. നല്ല പാലാണ്, നല്ല സ്നേഹമുള്ള മൃഗമാണ്, വളരെ മര്യാദയും സന്തോഷവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഫോറസ്റ്റിലാന്ന് പറഞ്ഞ കാര്യമില്ല, നമ്മുടെ പെറ്റാണ്, അരുമയാണ്. മാറിക്ക് തല്ലുള്ളൂ. അവനത്ര പെറ്റായിട്ട് നോക്കിയല്ലോ അടി. അത് അവർക്ക് അങ്ങനെ മാന്തുമ്പോഴുള്ള ഒരു ഫീലിംഗാണ്. ഇണക്കല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തൊടാൻ കഴിയില്ല. അതാണ് ഒരു പ്രത്യേകത. എല്ലാവിധ അസുഖങ്ങളും വരും. ഇവർക്ക് ചർമ്മമുഴ ഒന്നും മാറിയത് അവിടെ മേത്തേണ്ട നിറയെ പാടുകൾ. അതാണ് പ്രത്യേകത. ഓക്കെ, ഇത് നാടനാണ്. ഈ മൂരി, ഈ നിൽക്കുന്ന മൂരി തനി നാടനാണ്. എഴുന്നേൽപ്പിക്കാം. തനി നാടൻ എന്റെടാ. ഇത് നിങ്ങളുടെയാണോ? ആൻറ്റൂൻ്റെ ആണ് കൊടുക്കാരൻ. ഇതിന് എത്ര വയസ്സുണ്ടാവും? ഇതിനൊക്കെ ഇതിനിപ്പോൾ ഒരു 1.5 വയസ്സ് പ്രായം കാണും. 1.5 വയസ്സ് അത്രേ ഉള്ളൂ. 1.5 വയസ്സ് പ്രായം കാണും. തനി നല്ല ഔഷധ ഗുണമുള്ള പച്ചിലകൾ മാത്രം പച്ചവെള്ളം കുടിച്ച് ജീവിച്ചാണ് മൃഗമാണ്. വേറെ ഒന്നുമില്ല. ഇത് ഗിർ, ഇത് ഗുജറാത്തി. ഇത് മലക്കുടി സാജുവിൻ്റെയാണ് ഈ സാധനം. ഇത് കൊച്ചു കുട്ടീനെ മേടിച്ചിട്ട് വളർത്തിയതാ സാജു. കൊച്ചുകുട്ടി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമായി കാണും. ഇപ്പോൾ ഒരു 1.5 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. അത് ശരി. 12-18 മാസമേ പ്രായം ഉണ്ടാവുള്ളൂ. ഇത്രയും ഉള്ള കിടാവിനെ നമ്മൾ വീട്ടിൽ സംരക്ഷിക്കാൻ കാശ് എത്ര കൊടുക്കണം? ഇതിനെന്ത് മുടക്കുന്നുണ്ട്? ചിലപ്പോൾ 6000 രൂപയ്ക്ക് 7000 രൂപയ്ക്ക് വാങ്ങിയ കിടാവായിരിക്കും. ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വില? ഇപ്പോൾ ഈ കിടാവിൻ്റെ വില 30,000 രൂപയാണ്. ഇത് ജേഴ്സിയാണ്. ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ആൻറ്റൂൻ്റെയാണ്. 1 പ്രസവിച്ചുള്ളൂ. 2.5 വയസ്സിൽ താഴെ പ്രായമാണ്. അപ്പോൾ ഇതിനെ പുലി പിടിക്കാനുള്ള ഇത് എത്രയും വലിയ നിങ്ങളത് പിടിക്കണോ അത്രയും വലിയ പുലിയൊന്നും ഇവിടെ വരുന്നില്ല. ഇവള് പ്രസവിച്ചതാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഹീറ്റിന് എന്ന് പറഞ്ഞാൽ 1.5 വയസ്സിൽ ചെന പിടിച്ചു. 1.5 വയസ്സിൽ ചെന പിടിച്ച് പ്രസവിച്ച ഒരു കുട്ടി ഉണ്ടാവും കൂടെ. ഇപ്പൊ ഈ കൂട്ടത്തിൽ കാണുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് പോത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പോത്തുകൾ എൻ്റെ പ്രത്യേകത പശുക്കളുടെ മാതിരിയല്ല. പോത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പോത്ത് വെള്ളം ഉണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് ചെയ്യും. നമ്മുടെ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. പശുക്കൾ അങ്ങനെയല്ല. അവർ കുറച്ചു നേരം നിന്ന് കിടന്ന് അങ്ങനെ റെസ്റ്റ് എടുത്തേ പോകുള്ളൂ. ഒരു പരിധി വിട്ട് ഒരു സർക്കുലറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകില്ല. പോത്ത് അങ്ങനെയല്ല. പോത്ത് പോകുന്ന വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു സർക്കുലറിൽ നിൽക്കുന്ന കാര്യം പോത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകത പോത്ത് വളർത്തലുണ്ട്. ദൈവം കിടക്കുന്നു. ഇത് തനി നാടൻ പശുവാണ്. ഇതിനൊക്കെ എങ്ങനെ മാർക്കറ്റ്? ഇതൊക്കെ മതിപ്പോലെയാണെന്നല്ലേ? ഇതൊക്കെ മതിപ്പോലെയാണ്. ഈ പശുവിനൊക്കെ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യക്കാരൻ വന്നിട്ട് 35,000 രൂപ കിട്ടും. ഇറച്ചിക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 80 കിലോ മീറ്റ് കിട്ടും. ഇത് നമുക്ക് ചിലവ് എത്ര? ഈ കുഞ്ഞിനെ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചായിരിക്കും? ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഇത് നാടൻ മൂരിയാണ്. നല്ല നാടൻ മൂരിയാണ്. ഇപ്പോൾ ഒരു 100 കിലോ മീറ്റ് കിട്ടാവുന്ന വലുപ്പമുണ്ട്. ഒരു 40,000 രൂപ കിട്ടും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ. 2 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. ഇത് പ്ലാന്റേഷൻ എന്ന് വന്ന മൂരിയാണ്. പക്ഷേ ഇതാണ് തമിഴ്നാടിൻ്റെ ബ്രീഡാണ്.
ഇതിന് നല്ല ക്ഷീണമുണ്ടല്ലേ? ഇത് തമിഴ്നാട് ഇപ്പോൾ വന്നിരിക്കണ ഒരു മാസമായിട്ടുള്ളൂ. അതിന് ക്ഷീണമുണ്ട്. ഇത് കങ്കയം എന്നോട്ട് പറയുന്ന കാളയാണ്. കങ്കയം കാള, തമിഴ്നാടിൻ്റെ തനത് ബ്രീഡ്. ഇപ്പോൾ കൊണ്ടുവിട്ടേണ്ടതാ. ഇത് മഞ്ഞപ്പുറ കച്ചവടക്കാരൻ പൊതുമ്പജോളി കൊണ്ടുവിട്ടിരിക്കുന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ഹൈറ്റ് വയ്ക്കുന്ന കാളയാണ്. ഇവിടെ ഉണ്ട്, കന്നാലിൽ കാണാം. അതേ വെക്കുന്നു എൻ്റെ കുട്ടി. അപ്പോൾ ഇതിനൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വർഷങ്ങളായി ഇത് രേഖകളിൽ ഈ പ്രദേശം കന്നുകാലി പറമ്പ് എന്നാണ് അറിയപ്പെടുക. ഈ പ്രദേശം ഈ കശുവണ്ടി, പണ്ട് കശുവണ്ടി പ്ലാന്റേഷൻ ആയിരുന്നത്. ഈ കശുവണ്ടി പ്ലാന്റേഷൻ നമ്മുടെ പഴയ കാലത്ത് ആൾക്കാർക്ക് കന്നുകാലികളെ വളർത്താൻ വേണ്ടിയിട്ട് കിടന്നൊരു പ്രദേശമാണ്. കന്നുകാലി പറമ്പെന്നാണ് ഈ പ്രദേശത്തെ പഴയകാല രേഖകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കന്നുകാലി വളർക്കുന്നതിന്, ഇവിടെ കന്നുകാലി വളർക്കാന്ന് പറയുന്നത് ഫോറസ്റ്റിൽ ഈ കന്നുകാലി തിന്നുന്ന വൃക്ഷങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ഇപ്പോൾ തേക്കുമരമാണ്. തേക്കുമര കന്നുകാലി തിന്നില്ല. അതിന് മുമ്പുണ്ടായിരുന്നു മാഞ്ചിയുമായിരുന്നു. മാഞ്ചിയും കന്നുകാലി തിന്നില്ല. അതിന് മുമ്പ് കശുമാവായിരുന്നു. കശുമാവ് കന്നുകാലി തിന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ, എൻ്റെ ഓർമ്മയിൽ കശുമാവാണ്. ഇപ്പം അനുസരിച്ച് മാഞ്ചിയും വിട്ട് പിന്നെ രൂപക്കൊമ്പിൾ വെച്ചപ്പോൾ ഒക്കെ ബ്ലാവ് തിന്നുപോയി. രൂപക്കൊമ്പിൾ എന്നൊരു ചെടി വെച്ചിരുന്നു ഇവിടെ, അതൊക്കെ ബ്ലാവ് തിന്നുപോയി. ഇപ്പോൾ അത് തേക്കാണ്. ഇവിടെ തേക്ക് ഈ ഭാഗത്തൊക്കെ കേടായി പോയതാണ്. ഇവിടെ കുറച്ച് രൂപക്കുമ്പോഴായതുകൊണ്ട് വെക്കാതെ പോയതാണ്. അപ്പോൾ വട്ടയാണ് നിൽക്കുന്നത് പറയുന്നത്. അല്ല, നമ്മുടെ ഗ്രൂപ്പിൽ എന്തുകൊണ്ട് ഈ പശു വളർത്തുന്ന ഇതിലേക്ക് നമ്മൾ മാറുന്നു? എന്തുകൊണ്ട് പശുവിനെ വളർത്തിയ ആട് വളർത്തുന്നതിലേക്ക് മാറാൻ കാരണം? ഇതിനകത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പശുക്കളെ ഇത് നമ്മൾ അഴിച്ചു വിട്ട് വളർക്കുമ്പോൾ ഇത് ഇവിടുത്തെ തനതായ ബ്രീഡാണെങ്കിൽ പോലും ഏത് നിമിഷവും എന്ത് അപകടവും സംഭവിക്കാം. പുലി പിടിക്കാം, വണ്ടി ഇടിച്ച് മരിക്കാം, പാമ്പ് കടിച്ചു മരിക്കാം, കുഴി ചാടി മരിക്കാം, വെള്ളത്തിൽ പോയി മരിക്കാം, കറണ്ട് പിടിച്ച് മരിക്കാം, ഇടിവെട്ടുണ്ട് ചാവാം. അങ്ങനെ പല തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കൃഷി എവിടെയെങ്കിലുമൊക്കെ കൃഷി സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പോയിസൺ വെച്ച് കൊന്നുകളയാം. അതിനൊക്കെ സാധ്യത. ഗ്രൂപ്പായി ഇത്തരം മേഖല ചെയ്യുമ്പോൾ ഇതുങ്ങളെ ഒരാളെ നിർത്തി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ വരും. അത് നമ്മൾ ഒരു 50ഓളം പേര് ഈ കൂലി കൊടുക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇത് അല്ല, ഇത് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇവിടുത്തെ ആദ്യത്തെ ഒരു സിസ്റ്റം ഒരു കറക്റ്റ് റൊട്ടേഷനായിട്ട് കന്നാലി വളർക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. പണ്ട് പറഞ്ഞാൽ 20 കൊല്ലം മുമ്പ് ഒരു കന്നുകാലി ഇവിടെ വളർക്കണ കാലത്ത് അന്ന് ഈ വന്യമൃഗശല്യം ഇത്ര ഇല്ല. ഈ പുലികളോ മറ്റ് ആനയൊന്നും ഇല്ല. ആ സാഹചര്യത്തിൽ ഇതിൽ ഒരു സർക്കിളിന്റെ ഉള്ളിൽ കൃത്യമായി ഇന്ന ഏരിയയിലൂടെ മാത്രം ഇങ്ങനെ തിന്ന് വരുമായിരുന്നു. ഇപ്പോൾ അതല്ല സാഹചര്യം. ഇപ്പോൾ ഇവർക്ക് കൃത്യമായ റൂട്ടില്ല. കൃത്യമായ റൂട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഒന്നിച്ച് പരിപാലിക്കാൻ കഴിയും. ഇവരൊരു റൂട്ടില്ല, അതുപോലെ തന്നെ ഒരു ടീമായിട്ട് നിൽക്കുന്നില്ല. ഇവര് എന്താ പറയാ, ഇവര് ടെസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പൊ നിലവിൽ 5 ഗ്യാങ് ആയിട്ടായി കന്നാലി ഈ പ്രദേശത്ത് നാടൻ കന്നാലി ഉള്ളത്. അപ്പൊ ഈ 5 ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇവര് ഏതിലേക്കാണ് പോണേന്ന് ഒരു പിടിയില്ല. പ്രത്യേകിച്ച് ഈ മലയുടെ ഭൂമിശാസ്ത്രം അറിയാവുന്നവനും കന്നുകാലിയുടെ സൈക്കോളജി മനസ്സിലാവുന്നവനുമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേക പാരമ്പര്യമായി ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. നമുക്കിത് നമ്മുടെ എന്താ പറയാ, ഇത് നമ്മുടെ അനുഭവം മാത്രമല്ല, ഇത് നമ്മുടെ ശരിക്കും പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഒരു സ്വഭാവമാണിത്. അത് പാരമ്പര്യമായിട്ട് നമ്മൾ കന്നുകാലി വളർത്തി ശീലിച്ച് പോന്നേക്കണം. ഇത് ബ്ലഡിലുള്ളതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത് കൃത്യമായി നിങ്ങളെ ഒരു മൃഗത്തെ കാണുമ്പോൾ അത് ഏതാണ്, എന്താണ്, ഇത് ആരുടെയാണ്, ഇതിങ്ങളുടെ നിറം കൊലം നോക്കി കൃത്യമായിട്ട് സാധനങ്ങൾ ഏതാണെന്ന് പറയാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞുനാളോടെ നമ്മളിതിൻ്റെ പുറകെയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിലിപ്പോൾ ചെനയുള്ള പശുവിനെ കാണാൻ എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമോ? ഇതിനകത്ത് ചെറിയ ചെന നമുക്ക് മനസ്സിലാവില്ല. മറ്റെന്നാലും ഒരു 4 മാസം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. അതിന് ഇല്ല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെയുള്ള മാറ്റങ്ങൾ മൃഗങ്ങളിൽ പ്രകടമായി കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു മെച്യൂരിറ്റി 1.5 വർഷമാണോ 2 വർഷമോ? ഇത് നമുക്ക് അങ്ങനെ ഇവരുടെ എന്താ പറയുക, ഇവർ എന്തോരം പാല് കുടിച്ച് വളരുന്നു അതനുസരിച്ച് ഇവരുടെ ഗ്രോത്ത്. പശുക്കുട്ടിയൊക്കെ 1.5 വയസ്സൊന്നും വേണ്ട, അതിനു മുമ്പേ അവർ ഹീറ്റായി ചെന പിടിക്കും. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ വളർത്തലൊന്നുമല്ല, പക്ഷേ ശാസ്ത്രീയമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഇത് ആ ജേഴ്സി പശുവിൻ്റെ കിടാവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 വയസ്സ് പ്രായം കാണും. ഇതിന് ശേഷം ആ പശു 2ാമത് പ്രസവിച്ചു. ഇപ്പോൾ 1.5 മാസമായിട്ടുണ്ട് ആ പശു പ്രസവിച്ചിട്ട്. അപ്പോൾ ഇവന് ഉണ്ടായിട്ട് 2ാമത് പ്രസവിക്കാന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സ് പ്രായം. 2 വയസ്സുണ്ടാവില്ല, 1.5 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. പക്ഷേ വേനൽക്കാലത്ത് എങ്ങനെ ഇതിൻ്റെ ജലസമൃദ്ധി അല്ല ഇതിൻ്റെ ജലസാധ്യത, ജലലഭ്യത? ഇവിടെ നമുക്കൊരു തോടുണ്ട്. ആ തോട്ടിൽ നമുക്ക് ഡിസംബർ ജാനുവരി വരെ വെള്ളം ഉണ്ടാവും. ഇവിടെ
പണ്ടിഞ്ചറ തോട് കിടക്കുന്നുണ്ട്. ആ തോട്ടിൽ ജാനുവരി പകുതി വരെയൊക്കെ വെള്ളം ഉണ്ടാകും. പിന്നെ തൊട്ട് മുകളിൽ ഒരു പാറമട കിടക്കുന്നുണ്ട്. ആ പാറമടയിൽ അത്യാവശ്യം ഉറവുള്ളതാണ്. ആ മടയിൽ ഇറങ്ങി കന്നാലിക്ക് വെള്ളം കുടിക്കാൻ കഴിയും. അത് വിട്ടാൽ ഇപ്പോൾ ഇടമലയാർ കനാലിലൂടെ വരുന്ന വെള്ളം സുബിൻ്റെ ടാർ പ്ലാന്റിനോട് ചേർന്ന് അതിലെ തോടുണ്ടാക്കി മധുരംകുഴി തോട്ടിലേക്ക് വിടുന്നൊരു അക്കഡേറ്റ് ഉണ്ട്. അവിടെ ഒരു പാറക്കെട്ടിനകത്ത് വെള്ളം നിൽക്കുന്നുണ്ട്. അവിടെ പോയി കുടിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവർ നേരെ മണപ്പാട്ടുകരയിൽ പോയി വെള്ളം കുടിക്കും. അത് പണ്ട് മുതലേക്ക് അങ്ങനെയാണ്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ മണപ്പാട്ടുകരയിൽ പോയി വെള്ളം കുടിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ പണ്ടേ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാണ് യൂക്കാലി. ഇവിടെ 2 യൂക്കാലി മരങ്ങൾ ആദ്യം നിൽക്കുന്നുണ്ടായി. അത് കാറ്റത്തൊടിഞ്ഞ് പോവുകയാണ് ചെയ്തത്. വളർച്ച കഴിഞ്ഞ് കേടായി പോവുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഓക്കെ.